എറണാകുളം ജില്ലയിലെ കണ്ണമാലി, ചെറിയകടവ്, ഞാറക്കൽ പ്രദേശങ്ങളിൽ കടലാക്രമണം ശക്തം. ഇടുക്കി ചെമ്മണ്ണാറിൽ മരം ഒടിഞ്ഞു വീണ് 3 വയസ്സുകാരന് പരിക്കേറ്റു. ശക്തമായ കാറ്റിലും മഴയിലും കോട്ടയം ജില്ലയിലെ 15ഓളം വീടുകൾ തകർന്നു. എറണാകുളം ജില്ലയിലെ തീരപ്രദേശങ്ങളിൽ ഇന്നും കടലേറ്റം ശക്തമായിരുന്നു. കണ്ണമാലിയിലെ 100ഓളം വീടുകളിൽ കടൽ കയറി. അധികൃതരുടെ ഭാഗത്തുനിന്ന് യാതൊരു നടപടിയും ഉണ്ടായില്ലെന്ന് നാട്ടുകാർ. പ്രസിഡന്റിനെ കടൽ കയറണെന്നും പോലെ അങ്ങ് പറയണേണ്. ഞങ്ങൾക്ക് ഇവിടെ എന്തെങ്കിലും ചെയ്തതാ, ഞങ്ങള് ആകെ വെള്ളത്തിലാണെന്ന് പറഞ്ഞിട്ട് ഇന്നും പ്രസിഡന്റ് വന്ന് പോയി. ഇത് കടൽ കയറണെന്നും പോലെ ഇത്തിരി മണ്ണുണ്ടെങ്കിലേ GA2 ഒക്കെ വെക്കാൻ പറ്റുള്ളൂ. ഇതൊന്നുമില്ല. ഇപ്പൊ ഇനി എന്ത് ചെയ്യും ഞങ്ങൾ? കടൽ കയറ്റത്തിൽ പ്രതിഷേധിച്ച് പ്രദേശത്തെ ജനങ്ങൾ റോഡടച്ച് ഉപരോധിച്ചു. ശക്തമായ മഴയിലും കാറ്റിലും കനത്ത നാശനഷ്ടമാണ് വിവിധ ജില്ലകളിലുണ്ടായത്. ഇടുക്കിയിൽ ചെമ്മണ്ണാറിൽ ശക്തമായ കാറ്റിൽ വീടിനു മുകളിലേക്ക് മരം ഒടിഞ്ഞു വീണുണ്ടായ അപകടത്തിൽ 3 വയസ്സുകാരന് പരിക്കേറ്റു. വെള്ളയാംകുടിയിൽ വീടിനു മുകളിലേക്ക് മരം വീണ് നാശനഷ്ടമുണ്ടായി. പലയിടങ്ങളിലും മണ്ണിടിഞ്ഞു. അടിമാലിയിൽ അമ്പലപ്പടി സ്വദേശിയുടെ കിണർ ഇടിഞ്ഞു താഴ്ന്നു. കോട്ടയം ജില്ലയിൽ 15ഓളം വീടുകൾ ഭാഗികമായി തകർന്നു. പെരിയാറിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് ആലുവ ശിവക്ഷേത്രം വെള്ളത്തിൽ മുങ്ങി. ആലുവയിൽ മണ്ണിടിച്ചിലിനെ തുടർന്ന് കെട്ടിടത്തിന്റെ സംരക്ഷണ ഭിത്തി സമീപത്തെ വീട്ടിലേക്ക് ചെരിഞ്ഞു വീണു. പ്രദേശത്തെ 4 വീട്ടുകാരെ ബന്ധുവീടുകളിലേക്ക് മാറ്റി. 24 കൊച്ചി.